എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇൻ ഡ്വെല്ലിംഗ് എന്നാണ്. ഇൻ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത്, ലെഫ്റ്റ് ഹാൻഡ് അപ്പം അതെടുത്തിട്ട് അതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് അതിനകത്തോട്ടൊന്ന് വെച്ചേ. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലും വസിക്കുന്നു. ഓക്കെ, യുവർ റൈറ്റ് ഹാൻഡ് ഡ്വെൽസ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ്, യുവർ ലെഫ്റ്റ് ഹാൻഡ് ഡ്വെൽസ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ്. ഇതാണ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരെണ്ണം വേറൊരെണ്ണത്തിൽ. അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യും. when you eat my body and drink my blood, I will dwell in you and you will dwell in me. നമ്മൾ പോയി വിശുദ്ധ കുർബാന നമ്മളിങ്ങനെ കൈകൂപ്പി പോയി വിശുദ്ധ കുർബാന നാവിലേക്ക് സ്വീകരിച്ചു, അല്ലെങ്കിൽ കൈ വാങ്ങിച്ച് നമ്മൾ സ്വീകരിച്ചു. അപ്പൊ ഈശോ നമ്മളിൽ വന്നു, അത് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് എക്സ്പ്ലെയിനബിൾ. ഈശോ എന്നിൽ വന്നു. പക്ഷെ എൻ്റെ സംശയം, നമ്മളെങ്ങനെ ഈശോയിൽ പോണേ? ക്ലിയർ ആയോ? ചോദ്യം മനസ്സിലായോ? അതായത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നിങ്ങളിലേക്ക് വരുന്നു. ദാറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെങ്ങനെയാണ് ഈശോയിലേക്ക് പോണേ? അപ്പൊ അതെങ്ങനെയാണ്? അത് മനസ്സിലാക്കിയാലേ നമുക്ക് ജീവൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും. ഞാൻ അവനിൽ വസിക്കുന്നു. ഓക്കെ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളെങ്ങനെയാണ് നിന്നിൽ വസിക്കുന്നത്? അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. എനിക്കത് മനസ്സിലായത് ഒരു സിമ്പിൾ ബയോളജിക്കൽ പ്രിൻസിപ്പിളിലൂടെയാണ്. അതായത് ഇമാജിൻ, ഇവിടെ പുല്ല്, ഇവിടെ പശു, ഇവിടെ മനുഷ്യൻ. ഇവിടെ എന്താണ്? പുല്ല്, ഇവിടെ പശു, ഇവിടെ മനുഷ്യൻ. പശു പുല്ല് തിന്നു. പശുവിനെ ആര് തിന്നു? അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് നേരത്തെ വന്നപ്പോൾ പുല്ലുണ്ടായിരുന്നു, ഇപ്പൊ പുല്ലില്ല. ഞാൻ ചോദിക്കുകയാണ്, പുല്ലെവിടെ? അപ്പോൾ എന്നോടൊരാൾ പറയുന്നു, ഈ പുല്ല് പശുവായി മാറി. സംശയമുണ്ടോ? ഈ പശുവിനെ തോമാച്ചൻ തിന്നു. ഞാൻ ചോദിക്കുകയാണ്, പശു എവിടെ? പശു തോമാച്ചനായി മാറി. അല്ലേ? This is a biological principle. Vegetable life is assimilated into animal life, and animal life is assimilated into human life. What is the principle? Lower form of life is assimilated into higher form of life. This is the principle. Lower form ആണിത്, വെജിറ്റബിൾ ലൈഫ്. അപ്പോൾ ഈ ആനിമൽ ലൈഫ് വെജിറ്റബിൾ ലൈഫിനെ ആഹരിക്കുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ, lower form of life will be transformed into higher form of life. ഈ പ്രിൻസിപ്പിൾ വെച്ച് ഈ തോമസ് പോയി കുർബാന സ്വീകരിച്ചപ്പോ പ്രിൻസിപ്പിൾ ഓർത്തോണം. പുല്ല് പശുവായി, പശു തോമസായി. തോമസ് പോയി കുർബാന സ്വീകരിച്ചപ്പോ വിച്ച് ഈസ് ഹയർ ലൈഫ്? തോമസിന്റെ ലൈഫാണോ യേശുവിന്റെ ലൈഫാണോ? യേശുവിന്റെ ലൈഫ് ഡിവൈൻ ലൈഫാണ്. ഏതാണ് ഹയർ? അപ്പൊ തോമസ് ആരായി? മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ഈശോയായിട്ട് മാറുന്നത്? When this lower form of life, this human life is assimilated into that divine life, my life is transformed into his life. അപ്പോൾ ശ്രദ്ധിക്കണം, കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിലേക്ക് വരിക മാത്രമല്ല, കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് വളരുക കൂടി ചെയ്യുന്നുണ്ട്. There is every possibility of me growing into Jesus' life whenever I eat his body and his blood. So there is every chance available to me to grow into his divine life. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഈ കുർബാന എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. ഇത്രയും മനസ്സിലായെങ്കിൽ അടുത്തത് ഇതിനകത്ത് ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം 53 വാക്യം, 6:53, സത്യം സത്യമായി, ആമേൻ ആമേൻ, ട്രൂലി ട്രൂലി, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ. അപ്പൊ എന്ത് ജീവനാ ഇത്? നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന എന്തോ ഒരു സാധനമാണെന്നൊരു ധ്വനി വരും.
നിത്യജീവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് അങ്ങനെ ഒരു കൊണോട്ടേഷൻ ഉണ്ട്. എന്നാൽ ഡിവൈൻ ലൈഫ് എന്ന് പറ, ദൈവത്തിൻ്റെ ജീവൻ. വെജിറ്റബിൾ ലൈഫ്, ആനിമൽ ലൈഫ്, ഹ്യൂമൻ ലൈഫ്, ഡിവൈൻ ലൈഫ്. അപ്പോ നമ്മൾ ജീവൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന ഈ ജീവൻ? നിങ്ങൾക്ക് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നമുക്കെല്ലാം ജീവൻ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ ഈ ജീവൻ അല്ലത്. അപ്പൊ നമുക്കത് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എടുക്കുക. യോഹന്നാൻ 1-ാം അധ്യായം എടുക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ എന്തുണ്ടായിരുന്നു? അയ്യയ്യേ, മൊത്തത്തിൽ ഈ വായന തടസ്സപ്പെട്ടു. ഞാനൊരു സീരിയസ് റീഡറാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഓൾ റൈറ്റ്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, സമസ്തം അവനിലൂടെ ഉണ്ടായി, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ അത് AD 90 എഴുതുന്നത്. AD 90. ഈശോ മരിച്ചിട്ട് ഏകദേശം ഒരു 50 വർഷം ഒക്കെ കഴിയുമ്പോഴാണ് ഇത് എഴുതുന്നത്. ഒരു 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ, ബയോഗ്രഫി എഴുതുമ്പോൾ യോഹന്നാൻ എഴുതുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയാലോ അവന് ജീവൻ ഉണ്ടായിരുന്നെന്ന്. നിങ്ങളിങ്ങനെ വിചാരിച്ചേ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേനോട് ചോദിച്ചു, മോനെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ 14 മണിക്കൂർ, അയ്യോ ഒറ്റ ഇരിപ്പ്. ഈ നീളമുള്ളതിന് ഒത്തിരി അപകടം ഉണ്ടെന്നറിയാം. നിങ്ങളിരിക്കുന്ന ഒരു സീറ്റിലും എനിക്ക് പ്ലെയിനിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം, കാല് നീട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ എമർജൻസി എക്സിറ്റ് കിട്ടണം, അല്ലെങ്കിൽ മറ്റേ പിള്ളേരും കൊണ്ട് ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടല്ലോ അത് കിട്ടണം, അല്ലെങ്കിൽ പാടാം ഇരിപ്പ്. ഇത്രയും മണിക്കൂറും ഇല്ലേ. അപ്പോൾ ഞാൻ പറയാണ്, അമ്മ ഭയങ്കര പാടായിരുന്നു, ഇരുന്നിരുന്ന് മടുത്ത്. പിന്നെ ആകെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടതുവശത്ത് തലപ്പാവൊക്കെ കിട്ടിയ ഒരു സിക്കുകാരനായിരുന്നിരുന്നേ, ടർബനൊക്കെ കെട്ടിയ സിക്കുകാരൻ. ഉദാഹരണമാണേ. അപ്പൊ ഞാൻ പറയാണ്, അമ്മ എൻ്റെ ഇടതുവശത്തിരുന്നത് ടർബനൊക്കെ കെട്ടിയ ഒരു സിക്കുകാരനായിരുന്നു, ഭയങ്കര ഒരു മനുഷ്യൻ. അമ്മ അയാളുടെ കയ്യിൽ വാളൊക്കെ ഉണ്ടായിരുന്നു, വാള്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറയാണ്, അമ്മ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, വെച്ചിട്ട് പോണെന്ന് പറയില്ലേ? കാരണം അത് അണ്ടർസ്റ്റുഡ് അല്ലേ, ജീവനുണ്ടെന്ന്. എന്നാൽ ഞാൻ അമ്മയോട് പറയാണ്, അമ്മ പിന്നാണ് മനസ്സിലായത് അയാൾക്ക് ജീവനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ന്യൂസ് വാല്യൂ ഉണ്ട്, ഇല്ലേ? അപ്പൊ വായനക്കാരനായ ഞാൻ ഇവിടെ വന്നപ്പോ തപ്പി, എന്താ അവനിൽ. അപ്പൊ അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കുമ്പോ വായനക്കാരന് സംശയമുണ്ടാകാതിരിക്കാൻ യോഹന്നാൻ വേറൊരു വചനം കൂടെ എഴുതി വെച്ചു, ആ ജീവൻ മനുഷ്യരുടെ. ആ വാക്യം എന്തിനാണ് എഴുതിയത്? നിങ്ങൾക്ക് സംശയമുണ്ടാവും, അതുകൊണ്ട് ആ സംശയം ഉണ്ടാകാതിരിക്കാൻ വായനക്കാരാ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്ന ഒരു ജീവനല്ല അത് നിന്റെ ഒരു ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പറയുന്ന വാചകമല്ല. അത് നീ വിചാരിക്കുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയ ഒരു ജീവനാണ്. ആ ജീവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വെളിച്ചമായ ജീവനാണ്. ആ ജീവന്റെ പ്രത്യേകത, ആ ജീവൻ എവിടെ പോയി നിൽക്കുന്നോ അവിടെ വെട്ടം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പതുക്കെ മനസ്സിലാക്കി വരണം. എന്താണ് ജീവൻ? അതായത് ആ ജീവൻ എവിടെ പോയി നിന്നാലും അവിടെ വെളിച്ചമുണ്ടാകും. അവിടെ ഒരു വെളിച്ചമുണ്ടാവും, അവിടെ അന്തരീക്ഷത്തിൽ ഒരു വെളിച്ചമുണ്ടാവും. എവിടെ പോയി നിന്നാലും അങ്ങനെ ജീവനുള്ളവർ എവിടെ നിന്നാലും വെളിച്ചമുണ്ടാവും. എൻ്റെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ റോമാലേഖനം ഒരുമിച്ചിരുന്ന് പഠിച്ചു. റോമാലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു 10-35 പേരെ ഒളിച്ചിരുത്തി, ആരും കാണാതിരുത്തി ഞാൻ റോമാലേഖനം പഠിപ്പിച്ചു. കോവിഡിന്റെ സമയമാണ്, പോലീസ് പിടിക്കും ആ സമയത്ത്. അപ്പോൾ കെട്ടിടത്തിനകത്ത് ആരും കാണാതെ പാത്തിരുന്ന്, പുറത്തെങ്ങും പോകാതിരുന്ന് റോമാലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവന് സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പല ഭാഗത്തും അവൻ ജോലിയുടെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്ടിക്കകത്ത് അവൻ്റെ തുണിയും സാധനങ്ങളും വെച്ച് വേറൊരു പെട്ടിക്കകത്ത്
അവൻ യേശു ഏകരക്ഷകനാണെന്ന് എഴുതിയ ലീഫ്ലെറ്റുകളുമായി യാത്ര ചെയ്യും. എന്നിട്ട് ട്രെയിനിൽ കയറി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വലിയ ഉദ്യോഗസ്ഥനാണ്. കർണാടക വെച്ച് മെമു ട്രെയിനിൽ കയറിയിട്ട് ഈ ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ കഴുത്തെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോണാന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെന്റിൽ കയറി ഈ ലീഫ്ലെറ്റ് കൊടുക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ ലീഫ്ലെറ്റ് വലിച്ചു കയറി കളഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവനെ കൊണ്ടുപോയി റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇത് കൊടുക്കാൻ അനുവാദമില്ല, നീ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഫൈൻ എത്രയാണ്? 500 രൂപ. അപ്പോൾ ഇവൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യട്ടെ. ഗൂഗിൾ പേ എടുക്കില്ല, ക്യാഷ് തരാൻ പറഞ്ഞു. അങ്ങനെ അവൻ അപ്പോൾ ATM പോയി ക്യാഷ് എടുക്കാന്ന് പറഞ്ഞ് ഇവൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനെ ഇവൻ്റെ കൂടെ വിട്ടു. ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ എനിക്ക് ആദ്യം ഭയങ്കര നാണക്കേട് തോന്നി. വിലങ്ങൊന്നും വെച്ചിട്ടില്ലേലും ഒരു പോലീസുകാരൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കള്ളനെ പോലെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നി. എന്നാലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പോകുന്ന വഴിക്ക് ഈ പോലീസുകാരനെ ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ, അയാളോട് സുവിശേഷം പറയാം. അപ്പൊ ATM ആ കൗണ്ടറിൽ അവിടെ ആ ATM മെഷീൻ്റെ അടുത്ത് എത്തുന്നവരെ ഇവൻ ആ പോലീസുകാരനോട്, കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ പോലീസുകാരാ, രക്ഷയ്ക്ക് വേറെ ആരും ഒരു വഴിയില്ല, ഈശോ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഈ ലീഫ്ലെറ്റും കൊടുത്ത് അയാളത് പോക്കറ്റ് വെച്ചിട്ട് വായിക്കാന്നൊക്കെ പറഞ്ഞ് പോരുന്ന വഴിക്ക് വരുന്ന വഴിക്കെല്ലാം ഇയാളോട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഫൈൻ അടച്ചിട്ട് ഇൻസ്പെക്ടറോട് അവൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ ഫൈൻ അടച്ചില്ലേ, ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ആ പോലീസ് ഇൻസ്പെക്ടറോട് അവൻ സുവിശേഷം പ്രസംഗിച്ച് ലീഫ്ലെറ്റും കൊടുത്തിട്ട് അവിടുന്ന് സന്തോഷമായിട്ട് പാട്ടും പാടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇന്ന് 2 പോലീസുകാരോട് സുവിശേഷം പറയാൻ എനിക്ക് ദൈവം അവസരം തന്നു. അല്ലെങ്കിൽ എന്നെ അവർ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ 2 പോലീസുകാര് ഒരിക്കലും സുവിശേഷം അറിയത്തില്ലായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കർത്താവ് അവരെ സുവിശേഷം കേൾപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പ്രതി അപമാനം സഹിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്നവൻ എന്നെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ് ആണ്. ഒരു സിറ്റുവേഷനെ ഒരാൾ വേറൊരു കണ്ണിലൂടെ കാണുകയാണ്, വേറൊരു ആംഗിളിലൂടെ കാണുകയാണ്. അയാൾക്ക് ഹ്യൂമിലിയേഷൻ ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷനെ അയാൾക്ക് ആഘോഷിക്കാനുള്ള ഒരു സിറ്റുവേഷനാക്കി മാറ്റുകയാണ്. അതിനവനെ സഹായിക്കുന്നത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹ്യൂമൻ ലൈഫ് അല്ല, ഡിവൈൻ ലൈഫാണ്. കാര്യങ്ങളെ വ്യത്യസ്തതയോടെ കാണാൻ. ഇത് വേറൊരു ജീവിതമാണ്, വേറൊരു ജീവിതം. നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ സാധാരണ ജീവിതമല്ല, വേറൊരു ജീവിതം. ആകാശപ്പറവകളുടെ ആ ശുശ്രൂഷ തുടങ്ങിയ ഒരു കുറ്റിക്കലച്ചനുണ്ട്, മരിച്ചുപോയി. കുറ്റിക്കലച്ചൻ ട്രെയിനിൽ കയറിയ സമയത്ത് ഒരു സ്ത്രീ അച്ഛൻ വേഷത്തിൽ ഒരാളെ കണ്ട ഉടനെ വായി വരുന്ന തെറിയല്ല അങ്ങ് പറയാൻ തുടങ്ങി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും സ്ഥാപനത്തിൽ വന്ന് എന്തെങ്കിലും നല്ല അനുഭവം കിട്ടിപ്പോയൊരു ചേച്ചിയായിരിക്കും. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കണ്ട അപ്പം തന്നെ ചീത്ത വിളി തുടങ്ങും. അപ്പൊ ഇതെന്ത് ചെയ്തു? ഈ ചേച്ചി ഇങ്ങനെ ഫലസിക്കുക തന്നെയാണ്, തെറി പറയുകയാണ്. അപ്പൊ കേട്ടിരുന്നവര് പോലും ഫ്രീസായി പോകുന്ന തരത്തിലാണ് ഈ ചേച്ചിയുടെ പ്രതികരണം. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ 2 മിനിറ്റ് അത് കേട്ടിട്ട് അച്ഛന്മാരെയാണ് തെറി വിളിക്കുന്നത് മനസ്സിലായപ്പോ നേരെ ആ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലേ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ പെങ്ങളെ എന്ന് പറഞ്ഞു. ആ കമ്പാർട്ട്മെന്റിൽ മുഴുവൻ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ആ മുറിക്കകത്ത് മുഴുവൻ വെളിച്ചമുണ്ടായി. ഇതിനെ വിളിക്കുന്ന പേരാണ് ജീവൻ. പിടികിട്ടുന്നുണ്ടോ? സാധാരണ മനുഷ്യര് പെരുമാറുന്നതിൽ നിന്ന് ഉയർന്ന നിലവാരത്തിൽ പെരുമാറാനുള്ള ഒരു വെളിച്ചത്തിന്റെ പേരാണ് ജീവൻ. പിടികിട്ടിയോ? ഈശോ പറയാണ്, ഈ ജീവൻ നിങ്ങളുടെ ഈ പഴയ ശരീരത്തിൽ നിന്ന് വരുത്തില്ല. വരുവോ? നോർമൽ കേസിൽ നമ്മുടെ ഈ ബയോളജിക്കൽ ബോഡിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ജീവൻ വരില്ല. ക്ലിയറായോ? ആ ജീവൻ പുറപ്പെടുവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബോഡിക്ക് ഇല്ല. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻസൈറ്റ് എന്തെന്ന് വെച്ചാൽ, ഈശോ എന്തിനാ ഈശോയുടെ ശരീരം നമുക്ക് തരുന്നേ? ആ സ്നേഹമൊന്നുമല്ല. ആ സ്നേഹമല്ല ഇവിടെ സ്നേഹമല്ല. അതായത് ഈശോ പറയാണ്,
ഈ യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ച് എൻ്റെ മുമ്പിൽ ഒന്നും അറിയാത്തവരിയ്ക്കുമ്പോൾ അവൻ ആദ്യം എൻ്റെ ശരീരം മുറിച്ചു കൊടുക്കാൻ മുഖം മാറാതെ, മനസ്സ് മടുക്കാതെ, കുറ്റപ്പെടുത്താതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവനുണ്ടല്ലോ, ആ ജീവൻ നിനക്കുണ്ടാവണമെങ്കിൽ, നിന്റെ ശരീരത്തിൽ നിന്ന് അത് വരാത്തത് കൊണ്ട് എൻ്റെ ശരീരം ഞാൻ നിനക്ക് തരുകയാണ്. ആ ശരീരത്തിൽ എൻ്റെ യൂദാസിനോട് കാണിച്ച സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവൻ എൻ്റെ ശരീരത്തിലുണ്ട്. ആരുടെ? യേശുവിൻ്റെ. ആ ശരീരം നമുക്ക് തരുന്നത്, ആ ശരീരത്തിലെ ജീവൻ നമുക്ക് കിട്ടാനാണ്. ആ ശരീരം സ്വീകരിക്കുന്നവനിൽ ആ ജീവൻ ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഇപ്പൊ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഭർത്താവിന്റെ ജീവിതത്തിൽ നീ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ഉദാഹരണം മാത്രമാണ്. അപ്പൊ അങ്ങനെ ഹസ്ബൻഡ് വന്ന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിനക്ക് യൂദാസിനോട് ഈശോ കാണിച്ചതുപോലെ ഒരു സ്നേഹം നിന്റെ ഹസ്ബൻഡിനോട് കാണിക്കാൻ പറ്റണമെങ്കിൽ അത് നിന്റെ ഈ ഓൾഡ് സെൽഫിൽ നിന്ന് പറ്റില്ല. അങ്ങനെ സാധനം വരില്ല. കാരണം എന്തറിയാം, നീ കരയും, പാനിക്കാവും, ഒഫൻഡഡ് ആവും. ഒരു 2 മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് പിടിച്ചു നിന്നാലും 3-ാമത്തെ മിനിറ്റിൽ നല്ല ചൂട് കാപ്പി അയാളുടെ തലയിൽ കൂടെ ഒഴിക്കും. എന്താ ചെയ്യാൻ പോണേ നമുക്കറിയില്ല. കാരണം ഇതിനകത്തുനിന്ന് എന്നാ വരണേന്ന്, എന്താ ചെയ്യണേ നമുക്കറിയില്ല. ശരിയല്ലേ? എന്നാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങനെയൊരു ഭാര്യയെ, അങ്ങനെയൊരു ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആയിരക്കണക്കിന് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അവർക്ക് ആ ജീവൻ കിട്ടിയത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്നാണ്. അതായത് 100% എൻ്റെ ജീവിത പങ്കാളി എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും സ്നേഹം കുറയാതെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്ന ആ ജീവൻ, അത് യേശുവിൻ്റെ ജീവനാണ്. ആ ജീവൻ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന്. ആ ജീവൻ കിട്ടുന്നത് യേശുവിൻ്റെ ശരീരത്തിൽ. മറ്റൊരാൾക്ക് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ജീവൻ, ഇത് നമുക്ക് പറ്റില്ല. അപ്പൊ അതിനാണ് സത്യം. അപ്പൊ സത്യം പറഞ്ഞാൽ ഈശോ വിശുദ്ധ കുർബാന നമുക്ക് എന്തിനാ തരുന്നേ? ഈശോയെ പോലെയാവാൻ. അന്നേരമാണ് നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് മൃഗങ്ങളെക്കാളും ഗതികെട്ട വിധത്തിൽ പെരുമാറുന്നത്.